Hi all, it's me Adarsh. Welcome back to Malabar Trader. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സമയം 9:16 ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റ്. നമ്മൾ ഇന്നലെ വരച്ച ലെവൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. രണ്ട് ലെവൽസും ടാപ്പ് ചെയ്തില്ല. മേലുള്ള താഴെ ലെവൽസൊക്കെ അവിടെ ഉണ്ട്. അത് രണ്ടും ടാപ്പ് ചെയ്തില്ല. നടുക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ ഒരു ചെറിയൊരു ഇന്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇന്നലെ ക്രിയേറ്റ് ചെയ്തത് തന്നെ. അത് മാർക്കൊന്നും ചെയ്തില്ല. ഇന്നലെ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റിയാണ്. അപ്പോൾ അത് പ്രോപ്പറല്ല, ഒരു ഇന്റേണൽ ലിക്വിഡിറ്റിയാണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എൻട്രി, പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് എടുക്കാം. അതിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇവിടെ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മേലായിട്ട് തൊട്ടടുത്ത് തന്നെ ആയിട്ട് രണ്ട് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി 1 മിനിറ്റിൽ കിട്ടുകയാണെന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടുകയാണ്. അതിൻ്റെ കൂടെ നല്ല രീതിയിലുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ എൻട്രി കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ താഴോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്യിച്ച മേലുള്ള 23,340 എന്നുള്ള റേഞ്ചിൽ എത്തുന്ന സമയത്തായിരിക്കും അത് ടാപ്പ് ചെയ്തിട്ടായിരിക്കും 1 മിനിറ്റിൽ നോക്കിയിട്ട് താഴോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. എന്തായാലും നോക്കി നോക്കുക, ഏതെങ്കിലുമൊക്കെ ലിക്വിഡിറ്റി ഏരിയാസ് ടാപ്പ് ചെയ്യട്ടെ. ഇപ്പോൾ എന്തായാലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തില്ല. ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഏരിയ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. തൊട്ടടുത്തുള്ള അപ്പ് സൈഡോ ഡൗൺ സൈഡോ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യട്ടെ. ഇതിലിപ്പോൾ ഇന്റേണൽ ലിക്വിഡിറ്റി രണ്ടെണ്ണം പറഞ്ഞാൽ താഴെയുള്ളൊരു ലിക്വിഡിറ്റി എന്ന് പറഞ്ഞത് ഈ ഒരു റേഞ്ചിലാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 23,234. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത ലിക്വിഡിറ്റി ഉള്ളത്. അത് രണ്ടും നമ്മൾ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 28 പോയിൻ്റുള്ള ഡിസ്റ്റൻസ് വെച്ച് ചെറിയ ഡിഫറൻസ് ആണ് രണ്ടും തമ്മിൽ. അതുകൊണ്ട് താഴെയുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല, മേലുള്ളത് നോക്കുക. കാരണം അടിയിലുള്ളത് എടുത്തിട്ട് SL അടിച്ചിട്ട് മേലെ പോയിട്ടായിരിക്കും വരാനുള്ള ചാൻസ്. അപ്പോൾ മേലുള്ള ഇൻറ്റേർണൽ ലിക്വിഡിറ്റി നമുക്ക് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഒരുപാട് മേലാണ്. അപ്പോൾ അവിടെ നോക്കുക. രണ്ടെണ്ണത്തിൽ നിന്ന് വേണമെങ്കിൽ ഓരോ എൻട്രി വെച്ച് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള പ്രോപ്പറായിട്ടുള്ള ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യട്ടെ. ഇപ്പോൾ ഈ മാർക്ക് വെച്ച 3 ഏതെങ്കിലും ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോഴേക്കും നമുക്കിവിടെ ചാർട്ടൊക്കെ റെഡി ആക്കി വെക്കാം. നിഫ്റ്റീൻ്റെ ചാർട്ടും നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 1 മിനിറ്റിലേക്ക് മാറ്റുള്ളൂ. 1 മിനിറ്റ് അല്ല, ഇത് നോക്കുള്ളൂ. ഈ ചാർട്ട് നോക്കിയിട്ട് കാര്യമുള്ളൂ. ഫ്യൂച്ചറിൻ്റെയും സ്പോട്ടിൻ്റെയൊക്കെ അതിൽ ആദ്യം അത് ടാപ്പ് ചെയ്തതിനു ശേഷം 1 മിനിറ്റിൽ ഇത് നോക്കിയിട്ട് ഇതിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കിട്ടുമ്പോഴായിരിക്കും നമ്മൾ പ്രീമിയത്തിൽ പോയിട്ട് ആ ഒരു എൻട്രി എടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യം ടാപ്പ് ചെയ്യട്ടെ, മേലെ പോയിട്ട് ടാപ്പ് ചെയ്യട്ടെ. ഇനി അതല്ല താഴേക്ക് വരികയാണെങ്കിൽ താഴെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നോക്കാം. ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം ബുള്ളിഷായി വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബെയറിഷായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പോൾ ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് അപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെറിയൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് താഴെ ഇന്നത്തെ ഡേലോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ലിക്വിഡിറ്റിയൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അതായത് ഇന്നലെ മാർക്ക് ചെയ്ത ലെവലല്ലാതെ ഇന്ന് തന്നെ ചെറിയൊരു ഇന്നത്തെ ഡേലോ അല്ലെങ്കിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ആ ഒരു ലെവൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. കാരണം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബെയറിഷാണ്. ഇന്നിപ്പോൾ ചെറിയ രീതിയിലുള്ള ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബുള്ളിഷ് ആവാനുള്ള ഒരു ഹയർ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള IDXനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാതെ അതല്ലാതെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. നോക്കി നോക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. അതല്ല നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലെവലിൽ ഏതെങ്കിലും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്കും ഒരു എൻട്രി നോക്കാം. അതിൻ്റെ കൂടെ ഫ്യൂച്ചറിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യം ഏതെങ്കിലുമൊക്കെ ലെവൽ ടാപ്പ് ചെയ്യട്ടെ. ഇവിടെ ഫ്ലാറ്റായിട്ടും കാര്യങ്ങളൊക്കെ ഫുൾ റെഡി ആക്കി വെച്ച് വെയിറ്റിങ്ങിലാണ്. ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ താഴോട്ടേക്ക് വന്നിട്ട് ഡേലോ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു സ്ട്രക്ചറൊക്കെ ഫോം ആക്കിയതിന് ശേഷം ഒരു എൻട്രി മേലോട്ട് അപ്പ് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു കോൾ ഓപ്ഷൻ ഇവിടെ കാണാം, 23,150 കോൾ ഓപ്ഷൻ. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുത്ത ടൈം 10:03 സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ എൻട്രി പ്രൈസ് 125, 155 കറക്റ്റ് 30 പോയിൻറ്റ്സിനാണ് ടാർഗറ്റ് കൊണ്ടുവച്ചത്. അപ്പോൾ 1:5 ട്രേഡാണ്. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 1:5 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാം റെഡിയാണ്. ഇവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം. SLും ടാർഗറ്റും രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 പോയിൻ്റ് SLും 30 പോയിൻ്റ് ടാർഗറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി ഏകദേശം ഈ ഒരു 125 എൻട്രി ഏകദേശം 125 റേഞ്ചിലാണുള്ളത്. 125 എന്ന് പറയുമ്പം ഇവിടെ ആയിരിക്കും. ജസ്റ്റ് ഇപ്പോൾ എടുത്ത എൻട്രിയാണ് 10:03 ആ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ടാർഗറ്റ് കറക്റ്റ് 30 പോയിൻറ്റ്സ് ആണ്. 155 തൊട്ടടുത്ത് തന്നെയാണ്. അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിക്കേണ്ടതാണ്. അതല്ല SL ആണെങ്കിലും പെട്ടെന്ന് തന്നെ അടിക്കുകയായിരിക്കും. അപ്പോൾ SL എന്ന് പറഞ്ഞത് 6 പോയിൻ്റാണ്. ഏകദേശം ഈ റേഞ്ചിൽ വരും.
അപ്പോൾ നോക്കി നോക്കാം. എൻട്രി എടുത്തു, ടാർഗറ്റും SL സെറ്റ് ചെയ്ത് വെച്ച്. ഇനിയൊന്നും ചെയ്യാനില്ല. 1:5 ആണ് ഇതിൽ ട്രയൽ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇത് മൂവ് ചെയ്താലും ഇല്ലെങ്കിലും ട്രയൽ ചെയ്യുന്നില്ല എന്തായാലും. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് അധികം ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അത് പെട്ടെന്ന് തന്നെ SL അടിച്ചിട്ടുണ്ട്. ഇതിൽ നിഫ്റ്റിയിൽ അങ്ങനെ ഐഡിയയിൽ വന്നില്ല, പക്ഷേ പ്രീമിയം നന്നായിട്ട് ഇറങ്ങിയിട്ട് ചോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് റേറ്റിൽ കാണാം 900 രൂപയാണ്, 952 രൂപ ഒരു സ്ലിപ്പേജ് ആണ്. 900 രൂപയാണ് SL അടിച്ചത്. 10:03 അടിച്ച് 10:16 ഒരു 16 ഇറങ്ങും 13 മിനിറ്റ് ഉണ്ടായിരുന്ന ട്രേഡാണ്. ഇനി അപ്പോൾ കുഴപ്പമില്ല, ഒരു ട്രേഡ് എടുത്തു, അത് SL അടിച്ചു. ഇനി ഇപ്പോൾ ജസ്റ്റ് SL അടിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കി നോക്കാം, പുതിയ ഓരോ ലിക്വിഡിറ്റിയൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വേറെ എൻട്രീസ് നോക്കി നോക്കാം. വെയിറ്റ് ചെയ്യാം. മേലെ നിഫ്റ്റിയിൽ ഇവിടെ കാണുന്ന ഒരു സ്ഥലത്ത് പുതിയൊരു 5 മിനിറ്റ് IDX ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പ് സൈഡിലുള്ള ഒരു ലിക്വിഡിറ്റിയാണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ താഴോട്ടേക്ക് എൻട്രി നോക്കാം. പക്ഷേ എനിക്കിപ്പോൾ നല്ല രീതിയിൽ ബുള്ളിഷിനാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ മേലോട്ടേക്ക് ഒരു ട്രേഡ് എടുത്തത്. മേലോട്ടേക്ക് ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അറിയില്ല. എന്തായാലും ഹെവി ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഫീൽ ചെയ്യണത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം മേലേക്ക് വരുമോ ഇല്ല എന്നുള്ളത്. ഇനി മേലേക്ക് വന്നിട്ട് നമുക്ക് കാര്യമില്ല, കാരണം എൻ്റെ ഓൾറെഡി SL അടിച്ചു. പക്ഷേ മൊമെൻറ്റം എൻ്റെ ഒരു ഇൻഡ്യൂഷൻ മേലേക്ക് തന്നെയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നല്ല ഹെവി ബുള്ളിഷായിട്ട് മേലോട്ടേക്ക് കുത്തനെ കയറിപ്പോയി. ഇവിടെ ഉണ്ടായിരുന്ന ഒരു 5 മിനിറ്റ് IDX ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് റെസ്പെക്റ്റ് ചെയ്തില്ല. റെസ്പെക്റ്റ് ചെയ്യാണ്ട് മേലേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഡയലോഗ് കിട്ടിയിട്ട് എടുത്തതിന് ശേഷം 1 മിനിറ്റിൽ നോക്കിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇനി എൻട്രി എടുത്തിരുന്നത്, രാവിലെയുള്ള എൻട്രി. പക്ഷേ അത് SL അടിച്ചതിന് ശേഷമാണ് കയറിപ്പോയത്. അതിനുശേഷം ഈ ഒരു ലെവലാണ് ഇനി മാർക്ക് വെച്ചത്. ഇവിടെ 2 50 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് മാർക്ക് വെച്ച്, ഒന്ന് ഇതും ഉണ്ടേനി. അതിൽ താഴെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിന്, കാരണം ഇത് തമ്മിൽ ആകെ 28 പോയിൻ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് മേലത്തെ കൺസിഡർ ചെയ്യുന്നുള്ളൂ പറഞ്ഞു. ആ മേലത്തെ ലെവൽ കറക്റ്റായിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് താഴേക്ക് വന്നത്. നമ്മൾ മാർക്ക് വെച്ച ലെവൽ കറക്റ്റ് ടിപ്പിയിട്ടാണ് താഴേക്ക് വന്നത്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് SL. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് വേറെ എൻട്രീസ് ഒന്നും തന്നില്ല. ലോവർ ടൈം ഫ്രെയിൽ 1 മിനിറ്റിൽ ഇവിടെ നോക്കിയിരുന്നിട്ട് എൻട്രീസ് ഒന്നും തന്നില്ല. ഇവിടെ ഫ്ലാറ്റ് റേറ്റിൽ കാണാൻ രാവിലെ എടുത്ത ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ, അത് SL ആണ് ഇനി. അപ്പോൾ വേറെ എൻട്രീസ് ഒന്നും തരാത്തതുകൊണ്ട് വേറെ എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് നേരെ ബുള്ളിഷായി കയറി മേലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് വീണ്ടും താഴേക്ക് തന്നെ വന്ന് ആ ഒരു റേഞ്ചിൽ കുറച്ച് നേരം കൺസോൾട്ടേറ്റിംഗ് ആയി നിന്ന് അവിടെ എൻഡ് ചെയ്തു. അത്രയാണ് ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് ആകെ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ, അത് SL അടിച്ചു. ഇന്നലെ SL ആണ് ഇനി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2025 അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. എന്തായാലും നോക്കി നോക്കാം, നല്ല എൻട്രീസും ടാർഗറ്റൊക്കെ വരും. ഈ 1:5 എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ചില സമയം ഇപ്പോൾ ഈ ഒരു ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന ട്രേഡൊക്കെ കുറച്ചും കൂടെ SL ഒക്കെ താഴ്ത്തി വെച്ചിരുന്നെങ്കിൽ ഈ 150 C ആണ് കൊണ്ട് രാവിലെ എടുത്തത്. ഈ ട്രേഡിലൊക്കെ ഇതാണ് രാവിലെ എടുത്ത ട്രേഡ്. ആ ട്രേഡിലൊക്കെ 1:5 ടാർഗറ്റ് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. 1:2 ഒക്കെ വെച്ചിട്ട് കുറച്ച് വലിയ SL ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും SL അടിക്കില്ല, നല്ല നേരെ ടാർഗറ്റിലേക്ക് പോകേണ്ട ട്രേഡ്. 1:2 എടുക്കുകയാണെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ അതിൽ കാര്യമില്ല, ഞാൻ 1:5 ആണ് ഫോളോ ചെയ്യൽ, മിനിമം 1:5. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്വിംഗ് ഹൈ കട്ട് ചെയ്യുമ്പോൾ 1:5 കുറവാണെങ്കിൽ ചെറിയ രീതിയിൽ കുറവ് ബുക്ക് ചെയ്യും. അതല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബുക്ക്. SL എന്തായാലും കോംപ്രമൈസ് വരുത്തില്ല. SL എന്തായാലും കറക്റ്റ് 6 പോയിൻ്റ് തന്നെ വെക്കില്ല, അതിൽ ഒരു വ്യത്യാസം വരുത്തില്ല. അപ്പോൾ അങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് ഈ ഇൻഡ്യൂഷനും കാര്യങ്ങളൊക്കെ എത്ര കറക്റ്റായിട്ടും പല സമയത്ത് SL അടിച്ചു പോകുന്നത്. കുറച്ച് എൻട്രീസ് മാത്രമേ ടാർഗറ്റ് അടിക്കലുണ്ടാവുള്ളൂ. പക്ഷേ ആ ടാർഗറ്റ് അടിക്കുന്ന സമയത്ത് എല്ലാ SLും കവറായി കിട്ടും. അതായത് ഇപ്പോൾ ഒരു 5 SL അടുപ്പിച്ചടിച്ച് കഴിഞ്ഞാൽ പോലും 5 ദിവസം ഓരോ ട്രേഡ് വീതം എടുത്തിട്ട് ഫുൾ SL ആണ് വിചാരിക്കുക. അങ്ങനെ 5 എണ്ണം അടുപ്പിച്ച് SL അടിച്ചാലും ഒരൊറ്റ ട്രേഡ് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് SL കവറായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴെത്തും. അതിനുശേഷം ഒരു ടാർഗറ്റും കൂടെ അടിച്ചാൽ എന്തായി, പ്രോഫിറ്റിലേക്ക് എത്തി. ആ 1:5 ഒരു ടാർഗറ്റ് ഫുള്ള് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ട്രേഡിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ നമുക്ക്. അപ്പോൾ എന്തായാലും ജനുവരി തുടങ്ങിയിടത്തോളം ഫസ്റ്റ് ഒരു ദിവസം മാത്രമേ ഒരു ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ. ബാക്കി ദിവസമൊക്കെ മൊത്തത്തിൽ ചെറിയ ലോസിലാണ്. എന്തായാലും നോക്കാം, നല്ല ടാർഗറ്റ് വരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. വെയിറ്റ് ചെയ്യാം. കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. നല്ല നല്ല എൻട്രീസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തേക്കുള്ള ലെവൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 50 മിനിറ്റിൽ നാളെ എൻട്രി കൺസിഡർ ചെയ്യാൻ പോകുന്ന ലെവൽസ് നാളെ ഒന്ന് ഈ ലെവൽ തന്നെയാണ് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ. അത് ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് അത് തന്നെ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം, അപ്പ് സൈഡുള്ളത്. ഇനി ഡൗൺ സൈഡിലുള്ള നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേയിലെ ഒരു നല്ലൊരു ഏരിയ ആണ് ഏകദേശം ഈ റേഞ്ചിൽ. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി നോക്കാം. അപ്പോൾ തൊട്ടടുത്തുള്ള 2 ലിക്വിഡിറ്റി ഏരിയാസ് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എൻട്രീസ് നോക്കാം. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും, ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മേലോട്ടേക്ക് നോക്കാം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ എൻട്രി എടുത്ത പോലെ നാളെ പുതിയൊരു ലെവലൊക്കെ ക്രിയേറ്റ് ആയിട്ട് അതൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ അതാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ. നോക്കി നോക്കാം നാളെ ഈ ലെവൽസ് എങ്ങനെയൊക്കെ മാർക്കറ്റ് ആക്ട് ചെയ്യുന്നുള്ളത്.
അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.